ഹായ് ഗൈസ്, ഇത്തിരി സന്തോഷത്തിൽ ചാടിക്കുള്ളിൽ പോകുന്നത് വീട്ടിൽ ലീവിന് പോകണതാണ്. ഒരു 4 ദിവസത്തെ ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോവാണ്. പ്ലാന്റ് ലീവ് തന്നെയാണ്, വീട്ടിൽ പോവാണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ടു ഗോ ഹോം. ഇറ്റ്സ് ബീൻ വെരി ഗുഡ് ലൈക്ക് വൈൽ ദാറ്റ് ഐ ഹാവ് നോട്ട് ബീൻ ടു ഹോം. ഞാൻ ലാസ്റ്റ് ഫെബ്രുവരിയിൽ പോയതാണ്. സോ ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ. അപ്പോൾ ഉച്ചവരെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ട്രെയിൻ ഈവനിങ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇത് ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. ബസ് കയറിയിട്ട് വേണം ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട്. അവിടുന്ന് 4 മണിയുടെ ട്രെയിനാണ് ഞാൻ പോകുന്നത്. സോ ദാറ്റ്സ് ദ അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും ഒരു ഇൻട്രോ ആയിട്ട് വെൽക്കം ടു മൈ ജേർണി ടു മൈ ഹോം ടൗൺ ആൻഡ് ലെറ്റ്സ് ഗോ ടു കേരള ടുഗെദർ ഗൈസ്. യാ, ഞാനങ്ങനെ HSRന്ന് ബസ് കയറി KR പുരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ അവസ്ഥ. ഗുഡ് തിങ് ഐ ബുക്ക് മൈ ടിക്കറ്റ്സ് ഇൻ പ്രയർ. ജനറലാണെങ്കിൽ സത്തേനെ. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. സോ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ഒരു കൂൾ ഡ്രിങ്ക് മേടിച്ചു. ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ. ഇതല്ല നമ്മുടെ ട്രെയിൻ. നമ്മുടെ ട്രെയിൻ കം അറൌണ്ട് 4:30. ചെറിയ ലേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നത്തിങ് ടു ഡു, ജസ്റ്റ് സ്ട്രോൾ അറൌണ്ട്. ആൾക്കാരൊക്കെ നോക്കുന്നത് എനിക്ക് ഇപ്പോഴും ചമ്മൽ മാറിയിട്ടില്ല, ശീലമായിട്ടില്ലല്ലോ. നമ്മളിവിടെ ട്രെയിൻ നോക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ വരുള്ളൂ. ഞാനിപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുന്നു. ആരുമില്ല, ഒറ്റയ്ക്കാണ്, ആൾക്കാരില്ല. ആ ഒരു 2 ട്രെയിൻ പോയപ്പോൾ തന്നെ ഉള്ള ആൾക്കാരെല്ലാം അതിൽ കയറിപ്പോയി. സോ നൗ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ക്രൗഡഡ്. ഫുൾ എംപ്റ്റി സീറ്റ്സ് ആണ്. ഞാനിങ്ങനെ എംപ്റ്റി സീറ്റിന് എന്താ പറയുന്നത്. നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. ഇപ്പോഴാണ് അനങ്ങി വന്നത്. നല്ല തിരക്കുണ്ട്. പക്ഷെ നമ്മുടെ ടിക്കറ്റ് റിസർവ്ഡ് ആണ്. സോ ഒരു ഇഷ്യൂ ഇല്ല. S7 ആണ് നമ്മുടെ കോച്ച്. ഓക്കെ, തിരക്ക് കഴിയട്ടെ. തിരക്ക് കഴിഞ്ഞിട്ട് കയറാം നമുക്ക്. ഇതാണ് നമ്മുടെ കോച്ച്. അങ്ങനെ നമ്മുടെ ട്രെയിൻ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഞാനിങ്ങനെ സൈഡ് സീറ്റൊക്കെ എൻജോയ് ചെയ്ത്, വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. സേലം ജംഗ്ഷനിലെത്തി. ഞാനിവിടെ ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. ഫുഡ് വന്നിട്ടില്ല. എപ്പോൾ വരുമെന്ന് അറിയത്തില്ല, അവരെങ്ങനെ തരാമെന്ന് അറിയില്ല. സേലത്തെത്തി. ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നിൽക്കുകയാണ്. എൻ്റെ ഫുഡ് എവിടെ നിന്ന് വരുമെന്ന് എനിക്കറിയാൻ പാടില്ല. നോക്കുവാണ് എങ്ങനെ. നമ്മുടെ ഫുഡ് കിട്ടില്ല. നമ്മൾ ആലപ്പുഴ എത്തി. ഇവിടുന്ന് ഒരു 2 സ്റ്റേഷനോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടാണ്. സോ രാവിലെ എണീറ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എത്താറായി ഗൈസ്. വി ആർ ഓൾമോസ്റ്റ് ദേർ. This is my favorite part of the train journey. മോർണിംഗ് ഇങ്ങനെ നേരം വെളുത്തിട്ട് നല്ല ഡ്യൂവി ആയിട്ടുള്ള മോർണിംഗിൽ സൈഡ് സീറ്റിൽ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടുപോവാണ്. അപ്പോൾ ഇതെൻ്റെ വീട്ടിലടുത്തെത്താറായിട്ടുള്ള ലൊക്കേഷൻ ആട്ടോ. I can see my babies. I have 2 babies at home. I'll show you. So we are approaching. Yes, we reached Haripad. Papa will come. So he'll come to pick me up.
Hi. The video is Vlogging. Yeah. Unlike Bangalore, ഇവിടെയുള്ളവരെല്ലാം നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും. Like if you go to Bangalore, nobody will just care what you're doing, but it's not like that here. Everybody will be so concerned on what you're doing. But yeah, I reached Kerala. Let's see how the rest of my days is gonna go. Yes, see you guys. Bye. ഇവിടെ ഒരാൾ വിളിക്കാൻ വന്നിരിക്കുന്നുണ്ട്. മൈ ഡാഡ്. മീശയൊക്കെ വെച്ചല്ലോ, അപ്പൂപ്പനായി. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയ ചായക്കട. ഇവിടെ നല്ല ചായ കിട്ടും. ചേട്ടൻ്റെ ചായ ഇട്ടുകൊണ്ടിരിക്കുക. വ്ളോഗിങ്. ഇതാണ് നാട്ടിൽ നിന്നുള്ള പ്രശ്നം. നമ്മളൊരു ചായ കുടിക്കാനായിട്ട് കയറി. ഒരു ഗ്ലാസ് ചായ വെച്ചിട്ട് ചേട്ടൻ ഒരു ചെമ്പ് ചായയാണ് വന്നത്. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ള് കുടിക്കാം ഗൈസ്. My most favorite spot. Oh my god, I can't even tell how much I love this place. So ഇതിന്റെ വീട്ടിലോട്ട് പോകുന്ന ഒരു റോഡാണ്, and two sides are the paddy fields ആണ്. And now the koith, I don't know what it's called, the cultivation. Yes, the cultivation is going on now. അപ്പോൾ അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. Sometimes this will be full water because they just fill it with water for making the soil really fertile for the next cultivation. അപ്പോൾ ഞാനിങ്ങനെ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അങ്ങനെ എൻ്റെ വീടെത്താറായി. Yay! Finally we reached our home, guys, and now you're going to see my most favorite part of my journey back home. Yeah. ഇനി നിങ്ങൾ കാണാൻ പോണത് ഒരു അമേസിങ് സീനായിരിക്കും. ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോട്ടോ. അവിടെ നിന്നിപ്പോൾ ഒരാളിപ്പോൾ അവിടുന്ന് വരും. വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരാളിപ്പോൾ അവിടുന്ന് വരും. എന്നെ ഇടിച്ചിടും. In 3, 2, 1. ഇടിക്കല്ലേ, അയ്യോ ഇടിക്കല്ലേ. ചക്കരേ ഇവിടെ എന്റെ കൊച്ചോടെ. ഹായ് 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 ഹായ്. Come on, come on. Hey, 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 hey. Hey, hey, oh. അടുത്ത ആള് നിൽക്കുന്നേ. ബെല്ലയ്ക്ക് വലിയ സന്തോഷം